ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഹൈറേഞ്ചിൽ നിന്നും എറണാകുളത്തേക്ക് പോയ KSRTC നേര്യമംഗലത്ത് അപകടത്തിൽപ്പെട്ട് കൗമാരക്കാരിക്ക് ജീവൻ നഷ്ടമായത്. അപകടത്തിൽപ്പെട്ട ബസിന്റെ ടയറുകൾ ഉപയോഗയോഗ്യമായിരുന്നില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ തീർത്ഥാടനം കഴിഞ്ഞു വന്ന സംഘം സഞ്ചരിച്ചിരുന്ന KSRTC കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപം വെച്ച് കൊക്കയിലേക്ക് മറിഞ്ഞ് 4 ജീവനുകൾ നഷ്ടപ്പെട്ടിരുന്നു. വാഹനത്തിന്റെ ബ്രേക്ക് കാര്യക്ഷമമായിരുന്നില്ലെന്നും ഇതാണ് അപകടത്തിന് വഴിതെളിച്ചതെന്നുമാണ് നിഗമനം. ജില്ലയിൽ സർവീസ് നടത്തുന്ന പല ബസ്സുകളും വർഷങ്ങളുടെ പഴക്കമുള്ളതാണ്. കൃത്യമായി സർവീസ് നടത്താൻ പല ഡിപ്പോകൾക്കും സ്പെയർ പാർട്സുകൾ ലഭിക്കുന്നില്ലെന്നും ആരോപണമുണ്ട്. ഇടുക്കിയുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി മികച്ച ബസ്സുകൾ ജില്ലയിലേക്ക് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചതായി ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് പറഞ്ഞു. KSRTC ബസ്സുകളുടെ കണ്ടീഷൻ അത് കൃത്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പുതിയ ബസ്സുകൾ താരതമ്യേന 5 വർഷം പഴക്കമില്ലാത്ത ബസ്സുകൾ ഇടുക്കി ജില്ലയിൽ സർവീസ് നടത്തണമെന്നും അക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ KB ഗണേഷ് കുമാർ പ്രത്യേകമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ കത്തയച്ചിട്ടുണ്ട്. ജില്ലയിലെ റോഡുകളുടെ സാഹചര്യവും കൊടും വളവുകളും മനസ്സിലാക്കാതെ അശ്രദ്ധമായി നടത്തുന്ന ഡ്രൈവിംഗും അപകടത്തിനിടയാക്കുന്നുണ്ട്. വണ്ടിപ്പെരിയാറിൽ അടുത്തിടെ വയോധികൻ മരിക്കാനിടയായ സംഭവം അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലമാണ്. 5 വർഷത്തിലേറെ പഴക്കമുള്ള ബസ്സുകൾ ഹൈറേഞ്ചിൽ നിന്ന് ഒഴിവാക്കണമെന്നും വിനോദസഞ്ചാരികളുമായി എത്തുന്ന ബസ്സുകളുടെ കാര്യക്ഷമത ഉറപ്പുവരുത്തണമെന്നുമാണ് ആവശ്യം. സി മലയാളം ന്യൂസ്, ഇടുക്കി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.